ഇല്ല, വിളിച്ചില്ല. അനുപേട്ടനോട് ചോദിച്ചിട്ട് വിളിക്കാന്ന് വെച്ചു. അതിനെന്തിനാ അവനോട് ചോദിക്കുന്നത്? നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ സച്ചിയെ വിളിക്കാൻ വേണ്ടി. എന്റെ അമ്മേ, പുറമേക്കൊന്നും പറയാറില്ലെങ്കിലും അനുപേട്ടന്റെ സച്ചിയോടുള്ള ഇഷ്ടക്കേട് അമ്മയ്ക്കും അറിയാവുന്നതല്ലേ? നീ എന്താടി ഈ പറയുന്നത്? ഇഷ്ടക്കേടൊക്കെ കാണിക്കുന്നത് ശ്രാദ്ധം നടക്കേണ്ട ഈ സമയത്താണോ? സേതുവേട്ടന്റെ മകനാണ് സച്ചി, ബലിയിടേണ്ടത് അവനല്ലേ? സന്ദീപ് ബലിയിട്ടാലും പോരെ, അവനും ആ അച്ഛന്റെ മോൻ തന്നെയല്ലേ? എന്താടി ഇത്? ഈ അമ്മയ്ക്ക് ഒന്നും അറിയില്ല. സന്ദീപ് അങ്കിളല്ല, സച്ചി അങ്കിളാ ബലിയിടേണ്ടത്. ആ കേട്ടോ, കൊച്ചാണെങ്കിൽ അവക്ക് വിവരമുണ്ട്. നിനക്ക് അതുപോലെയല്ലോ എന്റെ വീരെ. എടി, ആചാരം അനുസരിച്ച് ബലിയിടേണ്ടത് മൂത്ത മകനാ. നന്ദന ഇവിടെ സ്ഥലത്തില്ലാത്തത് കൊണ്ട് പിന്നുള്ളത് സച്ചിയാ. സ്വന്തം അച്ഛൻ അവൻ ബലിയിടുന്നതിന് അനൂപ് ഒരു ഇഷ്ടക്കേടും കാണിക്കത്തില്ല. നീ വെറുതെ ആവശ്യമില്ലാത്തത് പറഞ്ഞിനി പ്രശ്നം ഉണ്ടാക്കാതിരുന്നാ മതി. മീരടുതി പറയുന്നത് എനിക്ക് മനസ്സിലാവും. പക്ഷേ ബലിയിടുന്നതിൽ നിന്ന് സച്ചിയേട്ടനെ മാറ്റി നിർത്തുന്നത് ശരിയല്ല. അയ്യോ, അതിന് മാറ്റി നിർത്തണോന്ന് ഞാൻ പറഞ്ഞു. അനുപേട്ടനോട് വേണമെങ്കിൽ ഞാനൊന്ന് സംസാരിക്കാം. എന്ത് സംസാരിക്കാന്? ആരും ഒന്നും സംസാരിക്കണ്ട. സച്ചി തന്നെ ബലിയിടണം, അതാ അതിന്റെ ചടങ്ങ്. അവൻ ബലിയിട്ടാലേ സേതുവേട്ടന്റെ ആത്മാവിന് പോലും സന്തോഷമാവും. പിന്നെ ബലിയിടുന്നത് ആരാണെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയല്ലേ ആത്മാവിന്റെ പണി. ബലിയിടുന്ന കാര്യമൊക്കെ ഞാൻ സച്ചിനെ വിളിച്ച് പറഞ്ഞോളാം. എടാ, ഇവള് വല്ല പൊട്ടത്തരം പറയുന്നത് കേട്ട് മോൻ വിഷമിക്കണ്ട. ഇവളുടെ സ്വഭാവം മോൻ അറിയാവുന്നതല്ലേ. അച്ചിമോളിറങ്ങിപ്പോയി സങ്കടം സഹിക്കാനാവാതെ ചങ്കുപൊട്ടി മരിച്ചതാ സേതുവേട്ട്. അന്നു മുതൽ ഇന്ന് വരെ സച്ചി അവളെയും കുഞ്ഞിനെ തേടി എവിടെയെല്ലാം അലഞ്ഞു. ഈ ആണ്ടിലെങ്കിലും അവളെക്കുറിച്ച് എന്തെങ്കിലും ഒരു വിവരം കിട്ടിയാൽ മതിയായിരുന്നു. എന്റെ ദേവി, എന്റെ മോളെ കുഞ്ഞിനെ എനിക്കിങ്ങ് തിരിച്ചു കൊണ്ട് തന്നേക്കണേ. ഈ അമ്മ വെറുതെ അച്ഛമ്മയെ കരയിച്ചു. ഞാനെന്ത് ചെയ്തു? ഞാനൊന്നും മനസ്സിൽ വെച്ച് പറഞ്ഞൊന്നുമല്ല. ആ കാറില് അർച്ചന മാത്രം അല്ലായിരുന്നല്ലോ. ആ കുട്ടി എവിടെയോ ഞാൻ ആ കുട്ടിയെ കണ്ടിട്ടുണ്ട്. എവിടെയത്? എനിക്ക് നല്ല പരിചയമുള്ള മുഖം അത്. നീ ഇത് ഏത് കുട്ടിയുടെ കാര്യമാണ് പറയുന്നത്? ഇതുവരെ അർച്ചനയാണെന്ന് പറഞ്ഞ് ഏതെങ്കിലും പെണ്ണുങ്ങളെ കൈ കയറി പിടിച്ച് അതിന്റെ തല്ല് മാത്രമേ കിട്ടാറുണ്ടായിരുന്നുള്ളൂ. ഇനി കുട്ടിയെ തട്ടിക്കൊണ്ടുപോയെന്നതിന്റെ പേരിലുള്ള തല്ലും കൂടി മേടിച്ച് തരരുത്. ഇടം ഇതങ്ങനെയല്ലടാ. എങ്ങനെയായാലും അവസാനം തല്ല് കിട്ടുന്നതാണല്ലോ ശീലം. ആ കുട്ടി കിട്ടി. ആരാ? അല്ല, അത് പിന്നെ ഈ ബുക്ക് വാങ്ങാൻ. ബുക്ക് വാങ്ങാനോ? മനസ്സിലായില്ല. അത് പിന്നെ അമ്മച്ചി, ഇവൻ ബിജുക്കുട്ടായി, ഞാൻ സച്ചി. അല്ല സോറി, എന്റെ പേര് ബിജുക്കുട്ടായി, ഇത് സച്ചി. യവന്റെ മോളുടെ കൂടെയാ ഇവിടത്തെ മോള് സ്കൂളിൽ പഠിക്കുന്നു. ഗൗരിമോളുടെ കൂടെ പഠിക്കുന്ന ഇന്ദുവിന്റെ അച്ഛനാ ഞാൻ. ഓ, അത് ശരി. എന്തിനാ വന്നത്? അത് പിന്നെ എന്റെ മോളുടെ ഒരു ബുക്ക് ഇവിടുത്തെ ഗൗരിമോളുടെ കയ്യിലായിപ്പോയി. സ്കൂളിൽ ചെന്നപ്പോഴാ മോളത് ഓർത്തത്. ഞാനിപ്പോ മോളെ സ്കൂളിൽ കൊണ്ടുവിട്ടിട്ട് വരുന്ന വഴിയാ. ഇന്ന് സ്കൂളിൽ കാണിക്കേണ്ട ഹോംവർക്ക് അതിലുണ്ട്. മോള് വിഷമിക്കുന്നുണ്ടപ്പോ
ബുക്ക് ഞാൻ മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞു. ഓ, അത്രയുള്ള കാര്യം. ആ വരൂ, അകത്തേക്ക് ഇരിക്കാം. വാ. ഇരിക്കൂ. ഇന്ദുവിന്റെ കാര്യമൊക്കെ എന്റെ ഗൗരിമോള് വന്ന് പറയാറുണ്ട്. അവര് ഭയങ്കര ഫ്രണ്ട്സാ. അപ്പം കൊച്ചുങ്ങളുടെ വീട്ടുകാരുടെ കയ്യിൽ നിന്ന് തല്ലി കിട്ടും എന്നുള്ള കാര്യത്തിൽ ഉറപ്പായി. കുടിക്കാൻ എന്താ വേണ്ടേ? ചായയോ അതോ കാപ്പിയോ? ആ, ഒന്നും വേണ്ട. നശിപ്പിച്ച് ഒരു ചായ കുടിച്ചിട്ടാണെങ്കിൽ തല്ലി മേടിക്കാൻ ഒരു സുഖം ഉണ്ടായിരുന്നു. ആ, അല്ല, ആ ബുക്ക് കിട്ടിയിരുന്നെങ്കിൽ പെട്ടെന്ന് പോവായിരുന്നു. അതിനെന്താ മോളെ? സമൃദ്ധേ, സമൃദ്ധേ. സമൃദ്ധയോ? അർച്ചനയല്ലേ? നിന്റെ ഭാര്യയുടെ പേര് സമൃദ്ധ എന്നല്ലല്ലോ, അർച്ചന എന്നല്ലേ? ഒന്നും മിണ്ടാതിരിക്കേ. ഇതല്ലല്ലോ. ആരാമേ? മോളെ, ഇത് നമ്മുടെ ഗൗരിമോളുടെ കൂടെ പഠിക്കുന്ന ഇന്ദുവിന്റെ അച്ഛനാ. ആ, ഓക്കെ.